നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിൽ വൻ അപകടം. കൊള്ളിയാൻ വീശിയാണ് അപകടമുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ വിമാനം അടിയന്തരമായി ഇറക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ജർമ്മനിയിലെ മ്യൂണിക്കിന് സമീപമാണ് സംഭവം. മിലാനിലേക്ക് പുറപ്പെട്ട റയാൻ എയറിന്റെ വിമാനമാണ് ആകാശച്ചുഴിയിൽ വീണ് ആടി ഉലഞ്ഞത്. ഇതോടെ എമർജൻസി ലാൻഡിംഗ് എന്ന തീരുമാനത്തിലേക്ക് പൈലറ്റ് എത്തുകയായിരുന്നു. യാത്രാ വിമാനം അടിയന്തരമായി താഴെ ഇറക്കി. ബുധനാഴ്ച രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രക്ഷുബ്ധമായ കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കൊള്ളിയാൻ വീശിയത് കൊണ്ട് തന്നെ അത് വിമാനം തിരിച്ചിറക്കേണ്ടുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വിമാനം തിരിച്ചിറക്കിയത്. ടേക്ക് ഓഫ് ചെയ്ത അല്പസമയത്തിനുള്ളിലായിരുന്നു കൊള്ളിയാൻ വീശിയത്. 9 യാത്രക്കാർക്ക് അപകടത്തിന് പിന്നാലെ ഗുരുതര പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. മ്യൂണിക്കിൽ നിന്നും 113 കിലോമീറ്റർ പടിഞ്ഞാറുള്ള മെമ്മിങ്ജൻ വിമാനത്താവളത്തിലാണ് യാത്രാ വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. 2 വയസ്സ് മുതൽ 59 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് ആകാശച്ചുഴിയിൽ വീണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ തലയ്ക്കും നട്ടലിനും പരിക്കേറ്റവരും ഉണ്ടായിരുന്നു. 2 വയസ്സുള്ള ആൺകുട്ടിക്ക് ശരീരത്തിൽ പലയിടത്തും ചതവേൽക്കുന്ന സാഹചര്യമുണ്ടായി. 3 പേർ ഗുരുതര നിലയിൽ ചികിത്സ. വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്ക് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മിലാനിലേക്ക് വിമാന കമ്പനി ബസ് ഒരുക്കി. എന്തായാലും വിമാനം ലാൻഡ് ചെയ്ത ശേഷം പരിക്കേറ്റവർക്ക് ചികിത്സ നൽകി. 59 വയസ്സുള്ള മറ്റൊരു സ്ത്രീ കലശലായ നടുവേദന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ചികിത്സ തേടി. അതായത് അത്തരത്തിലുള്ള നടുവേദന, മറ്റ് ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇതിന് പിന്നാലെ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് നേരിടേണ്ടി വന്നത്. പരിക്കേറ്റ 9 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പൈലറ്റ് സഹായത്തിനായി അഭ്യർത്ഥിച്ചിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. യാത്രക്കാർക്ക് മറ്റ് സൗകര്യവും ഒരുക്കി നൽകുകയും ചെയ്തു. വായുപ്രവാഹത്തിലെ തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന വിമാനത്തിന്റെ പ്രവചനാതീതമായ ചലനമാണ് ആകാശച്ചുഴി. ടേക്ക് ഓഫ് മുതൽ ക്രൂയിസിംഗ് ഉയരം വരെ ഏത് ഉയരത്തിലും ഈ തടസ്സങ്ങൾ നേരിടാനുള്ള സാഹചര്യമുണ്ട്. വായു പ്രക്ഷുബ്ധത, എയർ പോക്കറ്റ് തുടങ്ങി പല പേരുകളിലും പ്രതിഭാസം അറിയപ്പെടുന്നുണ്ട്. ചുറ്റുമുള്ള വായുവിൽ നിന്ന് മുന്നറിയിപ്പുകളില്ലാതെ അസാധാരണമായി വ്യത്യസ്തമായ ദിശയിലേക്കുള്ള മറ്റൊരു വായുപ്രവാഹം സംഭവിക്കുന്നതാണ് വായു പ്രക്ഷുബ്ധത. കനത്ത കാറ്റ്, കൊടുങ്കാറ്റിന്റെ മേഘങ്ങളിലെ വായുപ്രവാഹം, മലനിരകളിൽ നിന്ന് പറന്നുയരുന്ന വായുപ്രവാഹം, ഭൂമിക്ക് ചുറ്റുമുള്ള ജെറ്റ് സ്ട്രീം എന്ന പ്രവാഹം അടക്കം പല കാരണങ്ങളാണ് വായു പ്രക്ഷുബ്ധത രൂപപ്പെടുന്നത്. ഇതിൽ തന്നെ ഇടിമിന്നൽ മേഘങ്ങളെ ചുറ്റിയുള്ള വായുപ്രവാഹം ഏറ്റവും അപകടകരമാണ്. മേഘങ്ങളില്ലാതെ രൂപപ്പെടുന്ന വായുപ്രവാഹമാണ് തെളിഞ്ഞ വായു പ്രക്ഷുബ്ധത. ആകാശത്ത് മേഘങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനാകില്ല. സ്ഥിതിവിവര കണക്കനുസരിച്ച് ചില ഫ്ലൈറ്റ് റൂട്ടുകളിൽ വായു പ്രക്ഷുബ്ധത അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടു. ചില യാത്രക്കാർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. അതായത് ഈ വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടാകുന്ന സംഭവം തുടരെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിന് രാജ്യങ്ങളെന്ന വ്യത്യാസമില്ല, രാജ്യ അല്ലെങ്കിൽ പ്രായ വ്യത്യാസമില്ലാതെ പലരും ഇത്തരത്തിലൊരു വ്യാജ കോളുകൾ ചെയ്യുന്നു. മാത്രമല്ല പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നു. ഇന്ത്യയിൽ തന്നെ എത്രയോ തവണയാണ് വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായത്. ഇപ്പോൾ ഇതാ സിംഗപ്പൂരിൽ നിന്നും അബുദാബിയിലേക്ക് പോകുകയായിരുന്ന വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർത്തിയ 22കാരന് 7 വർഷത്തെ തടവും ശിക്ഷയും വിധിച്ചിരിക്കുകയാണ്. മാത്രമല്ല 1,83,500 രൂപ ദിർഹം പിഴയും അടയ്ക്കണം. ഈ വർഷം ഫെബ്രുവരി 14-നാണ് ഈ സംഭവം നടന്നത്. സിംഗപ്പൂരിൽ നിന്നും അബുദാബിയിലേക്കുള്ള വിമാനത്തിൽ കയറിയ ശേഷം സാമൂഹിക മാധ്യമത്തിലൂടെ വിമാനം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന രീതിയിൽ പോസ്റ്റ് പങ്കിട്ടു. സമൂഹ മാധ്യമങ്ങളിൽ സിംഗപ്പൂർ അബുദാബി വിമാനത്തിന് ബോംബ് ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഇയാൾ പോസ്റ്റ് പങ്കുവച്ചത്. ഇത് വിവരം കിട്ടിയ ഉടൻ തന്നെ ഇതാരാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചത് എന്നത് കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരുന്നു. ഒടുവിൽ വിമാനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് പങ്കുവച്ചതെന്ന് കണ്ടെത്തി. റൺവേയിൽ നിന്ന് പറന്നുയരാൻ തുടങ്ങിയ വിമാനം ചാങ്ങി വിമാനത്താവള ടെർമിനൽ 2ലേക്ക് ഉടനെ തിരിച്ചു വിളിക്കുകയും അവിടെ വെച്ച് അടിയന്തരമായി ലാൻഡിംഗ് നടത്തുകയും യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. യുവാവിന്റെ പക്കൽ നിന്നും സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഏത് വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉയർത്തിയത് എന്നും മറ്റു വിവരങ്ങളൊന്നും പോലീസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിരുന്നില്ല. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച കുറ്റത്തിന് ഇയാൾക്ക് പരമാവധി ശിക്ഷയായ 7 വർഷത്തെ തടവും 1,83,500 രൂപ ദിർഹം പിഴയും കിട്ടുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വ്യാജ ബോംബ് ഭീഷണി ഉയർത്തുന്നവർക്ക് തീർച്ചയായിട്ടും ദിവസങ്ങളോളം ജയിലിൽ കിടക്കാനുള്ള വകുപ്പാണ് ഒരുങ്ങുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യാജ ഭീഷണികളൊന്നും ആരും ഉയർത്താതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യക്കകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ എത്രയോ വ്യാജ ബോംബ് ഭീഷണിയാണ് വിമാനത്താവളങ്ങൾക്ക് നേരെ ഉണ്ടായത്. മറ്റൊരു സംഭവം, പ്രത്യേകിച്ച് ഈ വിമാനങ്ങൾ വൈകുന്നതും വിമാനങ്ങൾ പൊങ്ങിയതിന് ശേഷം
തിരിച്ചിറക്കുന്നതുമൊക്കെ യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വലുത് തന്നെയാണ്. ചിലപ്പോൾ അവരുടെ സുരക്ഷയെ കരുതി തന്നെയായിരിക്കും പലപ്പോഴും അടിയന്തര ലാൻഡിംഗ് നടത്തുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് അടിയന്തരമായി വിമാനം തിരിച്ചിറക്കുകയോ അല്ലെങ്കിൽ വിമാനം വൈകുകയോ ചെയ്യുന്നത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. ഈ ഇടയ്ക്ക് ദുബായിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകളോളം വൈകിയത് യാത്രക്കാർക്ക് കനത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. സാങ്കേതിക തകരാറിനെ തുടർന്നായിരുന്നു വിമാനം പുറപ്പെടാൻ വൈകിയത്. വിമാനത്തിലെ വൈദ്യുതി ബന്ധവും തകരാറിലായി. ഇതോടെ യാത്രക്കാർ വലിയ രീതിയിലാണ് ബുദ്ധിമുട്ട് നേരിട്ടത്. ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 5 മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ 2205 വിമാനമാണ് മണിക്കൂറുകളോളം വൈകിയത്. 90 മിനിറ്റ് നേരമാണ് വൈദ്യുതി ഇല്ലാതെ വിമാനത്തിൽ യാത്രക്കാർക്ക് ഇരിക്കേണ്ടി വന്നത്. ഇതോടെ യാത്രക്കാർ ദേഷ്യപ്പെടുകയും ചിലർ വിമാനത്തിൽ നിന്ന് ഇറങ്ങണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. വെള്ളവും ലഘുഭക്ഷണങ്ങളും നൽകി ക്യാബിൻ ക്രൂ യാത്രക്കാരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സാങ്കേതിക തകരാറിന് പിന്നാലെ വൈദ്യുതി ബന്ധം വീണ്ടും നഷ്ടമായത് കാരണം വിമാനം പുറപ്പെടാൻ വീണ്ടും വൈകുകയായിരുന്നു. തകരാർ പരിഹരിച്ച് വിമാനം പുറപ്പെടാൻ ഇനിയും സമയം ആവശ്യമാണെന്ന് പൈലറ്റ് അറിയിച്ചു. ഇതോടെ യാത്രക്കാർ ബഹളമുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. 2 മണിക്കൂറോളമാണ് യാത്രക്കാർ വിമാനത്തിലിരുന്നത്. തുടർന്ന് എല്ലാ യാത്രക്കാരെയും വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി. പിന്നീട് സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷം വീണ്ടും ഹാൻഡ് ബാഗേജ് പരിശോധന നടത്തി യാത്രക്കാരെ തിരികെ വിമാനത്തിൽ കയറ്റി. അതേസമയം സംഭവം വാർത്തയായതോടെ എയർ ഇന്ത്യ സർവീസിനെതിരെ നിരവധി പരാതികൾ ശക്തമായിരുന്നു. UK-യിൽ പതിവായി പുറപ്പെടാൻ പോകുന്ന ഏറ്റവും മോശം വിമാന സർവീസായി എയർ ഇന്ത്യയാണുള്ളതെന്നാണ് ചിലരുടെ വിമർശനം. 2024 സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഡേറ്റ അവലോകനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവലോകനത്തിലേക്ക് എത്തിയത്. 2024 കണക്കുകൾ പ്രകാരം എയർ ഇന്ത്യ പുറപ്പെടാൻ ശരാശരി 45 മിനിറ്റ് 48 സെക്കൻഡ് വൈകുന്നതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.